എന്നുള്ള ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹം അമ്മയുടെ. ഈ ജന്മം വിചാരിച്ചിട്ടില്ല ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കും എന്നുള്ളത്. അത് ആ അമ്മയുടെ ലോകമായയുടെ നിശ്ചയമാണ്. സൃഷ്ടൗയാ സർഗരൂപ ജഗദവന വിധോ പാലിനീയാചരൗദ്രി സംഹാരേ ചാപിയസ്യ ജഗദിദമഖിലം ക്രീഡനം യാവരാഖ്യ പശ്യന്തി മധ്യമാധോ തദനു ഭഗവതി വൈഖരി വർണ്ണരൂപ സാസ്മദ്വാജം പ്രസന്ന വിധിഹരീരിചാരഭിദാലഘ്നരോധു നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. ഓം ശ്രീ ത്രിപുരായ വിദ്മഹേ തുളസി പത്രായ ധീമഹി തന്നോ തുളസി പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഭഗവത് സ്വരൂപികളായ എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഇവിടെ പറയാനുള്ളത് 17 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിലെ ദേവി ഭാഗവതത്തിലെ തുളസി ഉപാഖ്യാനമാണ്. തുലാനാം ധാതും അക്ഷമാ തുളസി. തുല്യായിട്ട് നിൽക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തുളസി എന്ന് നമ്മൾ വിളിക്കും അല്ലേ. തുളസിക്ക് തുല്യം തുളസിയേ ഉള്ളൂ. ഇനി ഏത് പൂക്കൾ വന്നാലും ആ തുളസിക്ക് തുല്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ തുളസിയുടെയും ശംഖചൂടന്റെയും ചരിതമാണ് പറയണത്. അവര് രണ്ടുപേരുമാണ് ഇതില് പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അവരുടെ പൂർവവൃത്താന്തം ഒന്ന് സ്മരിച്ചിട്ട് പോവാം. കാരണം എന്താന്ന് വെച്ചാല് പൂർവത്തിലെ കാര്യങ്ങൾ ഇവിടെ തുടർച്ചയായിട്ട് എല്ലാ അധ്യായങ്ങളിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ പൂർവത്തിൽ ആരായിരുന്നു? തുളസിയും ശംഖചൂടനും. രണ്ടുപേരും ഗോലോകത്തില് ആയിരുന്നു വസിച്ചിരുന്നത്. ശ്രീകൃഷ്ണന്റെ ഉറ്റതോഴനായിരുന്നു ശംഖചൂടൻ. അങ്ങനെ ആ ശംഖചൂടന് തുളസിയില് ഒരാകർഷണം അവിടെ വെച്ചങ്ങോട്ട് തോന്നി. അപ്പൊ ആ തുളസി എന്ത് ചെയ്തു? തുളസിയും ശംഖചൂടനെയും കൂടി ആ ശ്രീരാധ ശപിച്ചിട്ട് ആ ഭൂമിയിലേക്കാണ് വിടുകയാണ് ചെയ്തത്. അവിടെ അങ്ങനെ ആ ഭൂമിയില് അവര് വന്നിട്ട് ശംഖചൂടൻ ഒരു അസുരയോനിയില് വന്ന് പിറക്കട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ശംഖചൂടൻ അസുരയോനിയില് ശ്രീതാമാവ് ആയിരുന്നു. ശ്രീതാമാവ് ആ ശംഖചൂടനായിട്ട് അസുരയോനിയില് വന്നിട്ട് പിറക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ അസുരയോനിയിൽ പറഞ്ഞിട്ട് അദ്ദേഹം ആ ഗുരുവിന്റെ ഉപദേശപ്രകാരം തപസ് ചെയ്തു. തപസ് ചെയ്തിട്ട് ആ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ആ ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ ശ്രീകൃഷ്ണ കവചം അങ്ങോട്ട് മേടിച്ചു. പിന്നെ കൂടാതെ കണ്ട് ഭഗവാന്റെ ജ്ഞാനോപദേശം, അതാണല്ലോ പ്രധാനം. ബാക്കിയുള്ള കവചങ്ങളും അതും ഇതൊന്നല്ല പ്രധാനം. ജ്ഞാനോപദേശം, ആ ജ്ഞാനോപദേശവും അദ്ദേഹം നേടി. തുളസിയാണെങ്കിലോ ആ ധർമ്മധ്വജൻ മാധവി എന്നു പേരായിട്ടുള്ള രാജാവിന്റെയും രാജ്ഞിയുടെയും പുത്രിയായിട്ട് ജനിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ തുളസി അതിസുന്ദരിയായിരുന്നു. തുലാമാസത്തിൽ ഒരു പൗർണമി ദിവസം, പൗർണമി നാളിൽ ജനിക്കണ കുട്ടികൾക്കൊക്കെ നല്ല സൗന്ദര്യം ഉണ്ടാവും എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ പൗർണമി നാളിലായിരുന്നു തുളസിയുടെ ജനനം ഉണ്ടായത്. അങ്ങനെ ആ തുളസി എന്ത് ചെയ്തു? നേരെ ആ യൗവനയുക്തിയായപ്പോ തപസ്സിനായിട്ട് ആ ബദരി വനത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ആ ബദരി വനത്തിൽ ചെന്നിട്ട് ആ ഭഗവാനെ അവിടെ തപസ് ചെയ്ത് ആ ഭഗവാനെ എന്ന് വെച്ചാൽ ബ്രഹ്മാവിനെ അവിടെ അതികഠിനായിട്ടുള്ള തപസ്സായിരുന്നു. ചൂടുകാലത്ത് ആ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നിട്ട്, പിന്നെ ശിശിരകാലത്ത് നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ കൊടുത്തിട്ട്, ചൂടുകാലത്ത് ആ മഴക്കാലത്ത് ആ വെള്ളത്തിലിറങ്ങി നിന്നിട്ട് ആ മഴ ഒക്കെ കൊണ്ടിട്ട്, പിന്നെ 20,000 വർഷം കായ്കനികൾ മാത്രം, 30,000 വർഷം ഇലകൾ മാത്രം ഭക്ഷിച്ചിട്ട് തപസ് ചെയ്ത വേറൊരാളെ നമുക്കറിയാം. ആരാണ്?
പരമാവധി. അതുകൊണ്ടാണ് അപർണ എന്നുള്ള പേര് കിട്ടിയത്. അങ്ങനെ ഇലകൾ മാത്രം ഭക്ഷിച്ചിട്ട് പിന്നെ 40,000 വർഷം ജലപാനം പോലും ഇല്ലാണ്ട് വായു മാത്രം ഭക്ഷിച്ചിട്ട് പിന്നെ 10,000 വർഷം ഒറ്റക്കാലിൽ നിന്നിട്ട് തപസ് ചെയ്തു. അങ്ങനെ ആ തപസ്സിൽ പ്രീതനായിട്ട് ആ ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ആ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് തുളസിയോട് എല്ലാ പൂർവ്വ വൃത്താന്തങ്ങളും മുഴുവൻ പറഞ്ഞു കൊടുത്തു. നീ ഇങ്ങനെ ഗോലോകത്തിലായിരുന്നു, അവിടെ ശംഖചൂടൻ എന്നുള്ള ആ ഒരു ശ്രീരാമാവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭഗവാന്റെ കൂട്ടുകാരൻ ശംഖചൂടനായിട്ട് ഇവിടെ ജനിച്ചിട്ടുണ്ട്. അപ്പൊ ആ ശംഖചൂടനായിരിക്കും നിന്നെ ആദ്യം വരിക്കുക. അതിനുശേഷമായിരിക്കും ആര്, അതിനുശേഷമാണ് ഭഗവാൻ വരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തുളസി പറഞ്ഞു, എനിക്ക് ചതുർഭുജനായിട്ടുള്ള ഭഗവാനെ വേണ്ട, എനിക്ക് ദ്വിഭുജനായിട്ടുള്ള ശ്രീകൃഷ്ണനെയാണ് ഭർത്താവായിട്ട് വേണ്ടത്. അപ്പൊ ദേവന്മാരല്ലേ ആദ്യമൊക്കെ അങ്ങോട്ട് പറഞ്ഞത്, പിന്നെ അവര് മാറ്റിയൊന്നും പറയില്ല, ഒരൊറ്റ വാക്കേയുള്ളൂ അവർക്ക്. അപ്പൊ പറഞ്ഞു, ശരി, അതിന് എനിക്ക് പറ്റില്ല, അതിന് നീ രാധയെ തപസ് ചെയ്യണം. അങ്ങനെ രാധയെ തപസ് ചെയ്തു കഴിഞ്ഞാല് രാധയുടെ ഷോഡശാക്ഷര മന്ത്രമൊക്കെ അങ്ങോട്ട് ഉപദേശിച്ചു കൊടുക്കും. എന്നിട്ട് രാധയോട് തപസ് ചെയ്യാൻ പറയുന്നത്, തുളസിയോട് തപസ് ചെയ്യാൻ പറയാണ് രാധ. അങ്ങനെ തുളസി ആ രാധയെ തപസ് ചെയ്തിട്ട് സാക്ഷാത്കരിക്കും. അപ്പൊ രാധയുടെ അനുഗ്രഹം കിട്ടും. എന്നിട്ട് വളരെ സിദ്ധിയായിട്ടും തീരും. പിന്നെ ഭഗവാനായിട്ട് രമിക്കുന്നത് രാധ അറിയില്ല എന്നൊരു വരവും കൂടി ബ്രഹ്മാവ് കൊടുത്തു തുളസിക്ക്. അങ്ങനെ തുളസി വളരെ സന്തുഷ്ടയായി ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ അങ്ങോട്ട് നയിക്കരുത്. ആ സമയത്താണ് നമ്മുടെ ശംഖചൂടൻ ആ ബദരികാശ്രമത്തിലേക്ക് പോണ വഴിയായിരുന്നു. ആ ബദരികാശ്രമത്തിലേക്ക് പോണ വഴിയിലാണ് ആ തുളസിയെ കണ്ടുമുട്ടിയത്. അപ്പൊ തുളസിയെ കണ്ടുമുട്ടിയപ്പോ അവിടെ ഭയങ്കര സന്തോഷമായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവ്വത്തിലെ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ തുളസി കണ്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തനിക്കുള്ള പെൺകുട്ടിയാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ആ തുളസിയോട് ശംഖചൂടൻ വിവാഹാഭ്യർത്ഥന നടത്തുകയാണ്. അപ്പൊ തുളസി ആദ്യം അങ്ങനെയാണല്ലോ സ്ത്രീകളൊക്കെ, ചാടിക്കയറി ഒന്നും റെഡി എന്നൊന്നും പറയില്ലല്ലോ. അപ്പൊ ആദ്യം തന്നെ തുളസി എതിരാണെന്നുള്ള മട്ടിൽ പറഞ്ഞു, അങ്ങ് ഒരു രാജർഷിയാണ്, തപസ്യാണ്, സ്ത്രീകളൊക്കെ അങ്ങേക്ക് വിഘാതായിട്ട് തീരും, അതുകൊണ്ട് അങ്ങ് എന്നെ കഴിക്കാണ്ടിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ ശംഖചൂടൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല. എന്താണ്, രാധ, പാർവതി, ലക്ഷ്മി എന്നുള്ള ആ വംശത്തിൽപ്പെട്ട സ്ത്രീകളൊന്നും ഇതിനൊരു വിഘാതമായിട്ടില്ല. അല്ലാത്ത ഈ അസുര യോനിയിലൊക്കെ പിറന്ന സ്ത്രീകളാണ്. അതൊക്കെ നമ്മൾക്കുള്ള ഒരു പാഠമാണ് കേട്ടോ. കാരണം നമ്മുടെ ഭർത്താക്കന്മാരോ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഇങ്ങനെ പോകുമ്പോ നമ്മൾ എതിര് നിൽക്കാൻ പാടില്ല എന്നാണ് നമ്മൾക്കുള്ള ഒരു പാഠം ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. അങ്ങനെ അപ്പൊ അത് പറഞ്ഞപ്പോ അപ്പോഴേക്കും അവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷനായി. എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കേണ്ടവരാണ് രണ്ടുപേരും, നിങ്ങൾ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. അങ്ങനെ ഗാന്ധർവ വിധി പ്രകാരം അവരുടെ വിവാഹം ബ്രഹ്മാവ് അവിടെ നടത്തി കൊടുക്കണം. അങ്ങനെ അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു. ഒരു മന്വന്തര കാലമാണ് ഭരിച്ചത് എന്നാണ് പറയുന്നത് ശംഖചൂടൻ. എല്ലാ ലോകങ്ങളും തന്റെ കീഴിലാക്കി, ആരും പേടിക്കണ്ടല്ലോ. കാരണം എന്താണ്, ശ്രീകൃഷ്ണ കവചമുണ്ട്, പിന്നെന്താണ്, ഭാര്യയുടെ പാതിവൃത്യമുണ്ട് അല്ലേ. തുളസി പതിവ്രതയാണ്, തപസ്യാണ്, എല്ലാണ്ട് തുളസിക്ക്. അപ്പൊ ഒന്നും പേടിക്കാനില്ല. അങ്ങനെ ശംഖചൂടൻ ആ എല്ലാവരെയും തോൽപ്പിച്ച് തന്റെ കീഴിലാക്കി ഒരു മന്വന്തരകാലം ഭരിച്ചു കഴിഞ്ഞപ്പോ ദേവന്മാർക്കൊക്കെ ഭയങ്കര സങ്കടമായി. ഇത് വലിയ കഷ്ടമായി, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യവും ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവന്മാര് ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. അങ്ങനെ ബ്രഹ്മാവിനെ കൂട്ടിയിട്ട് ശിവന്റെ അടുത്ത്, ശിവനെ കൂട്ടിയിട്ട് ആ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അവന്റെ കയ്യില് ശ്രീകൃഷ്ണ കവചമുണ്ട്, കൂടാണ്ട് ഭാര്യയുടെ പാതിവൃത്യമുണ്ട്. ഇതുകൊണ്ട് അവനെ
നിങ്ങൾക്ക് ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ശൂലം എടുത്തിട്ട് ശിവന്റെ കയ്യിൽ കൊടുത്തു. കൊല്ലുകയാണെങ്കിൽ ഇതുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ശരി എന്നാ അങ്ങനെ തന്നെ ആവട്ടെ, പക്ഷെ ഇപ്പോഴൊന്നും കൊല്ലാൻ നോക്കണ്ട, ആ സമയം വരുമ്പോ ഞാൻ അവിടെ എത്തും, ഞാൻ എല്ലാ കാര്യവും റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ശിവൻ ആ ചന്ദ്രഭാഗാ തീരത്തിന്റെ ചോട്ടിൽ, ഒരു പേരാലിന്റെ ചോട്ടിലിരുന്നിട്ട് പുഷ്പനന്ദൻ എന്ന് പേരുള്ള ആ ദൂതനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ശംഖചൂടന്റെ അടുത്ത് ദൂതിന് പോണം, ശംഖചൂടന്റെ അടുത്ത് എന്താ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ പുഷ്പനന്ദൻ ആ ശംഖചൂടന്റെ അടുത്ത് പോയിട്ട് പറയാണ്, നീ ദേവന്മാരുടെ ആ രാജ്യമൊക്കെ പിടിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് ദേവന്മാർക്കൊക്കെ കോപം വന്നിട്ടുണ്ട്, നീ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, അതൊക്കെ അവർക്ക് വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ വിഷ്ണു ഒരു ശൂലം കൊടുത്തിട്ടുണ്ട്, നിന്റെ കഥ കഴിയും എന്ന് പറഞ്ഞു. അപ്പൊ ശംഖചൂടൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ശരി, ഞാൻ നാളെ അവിടെ എത്തിക്കോളാന്ന് പറയും അദ്ദേഹത്തിനോട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുഷ്പദന്തൻ തിരിച്ചുപോയി ശിവനോട് വിവരമൊക്കെ പറഞ്ഞു. ശിവന്റെ കൂടെ കാളിയുണ്ട്, കാളിയുടെ ഗണങ്ങളുണ്ട്, പിന്നെ ശിവഗണങ്ങളുണ്ട്, അതുകൂടാതെ കണ്ട് എല്ലാ ദേവന്മാരും ഉണ്ട്, എല്ലാവരും ഗന്ധർവന്മാരുണ്ട്, എല്ലാവരും കഷ്ടത്തിലായിട്ട് ഇരിക്കണേ. കഷ്ടമില്ല, നല്ലോണം തന്നെയാണ് ഭരിക്കണേ, പക്ഷെ എന്നാലും അവനവന്റെ ആ രാജ്യം വേണ്ടേ അവർക്കൊക്കെ. അപ്പൊ അങ്ങനെ അവരൊക്കെ അവിടെ അണിനിരന്നിട്ടുണ്ട്. അപ്പൊ ശംഖചൂടൻ നേരെ തന്റെ രാജ്യത്തിലേക്ക് എത്തണം. ആ രാജ്യത്തിൽ ചെന്നിട്ട് ആ പുത്രനെ രാജ്യഭാരം ഏൽപ്പിക്കും. ആ പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് ആ ഭാര്യയെ പുത്രനെ ഏൽപ്പിക്കും. അല്ലേ, അമ്മയെ നോക്കേണ്ടത് മകന്റെ കടമയാണല്ലോ. അങ്ങനെ ആ മകനെ അവിടെ ഏൽപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ട ദാനങ്ങള് പാവങ്ങൾക്ക്, ബ്രാഹ്മണന്മാർക്ക്, ഗുരുവിന് എല്ലാ ദാനങ്ങളും അവിടെ അങ്ങോട്ട് ഭംഗിയായിട്ടൊക്കെ നിർവഹിച്ചു. എന്നിട്ട് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം ഇനി തനിക്കൊരു തിരിച്ചു വരവില്ല, താൻ ഇതോടുകൂടി തന്റെ അവസാനത്തെ യാത്രയില് രാജ്യത്തുനിന്ന്. അങ്ങനെ ആ ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് വിവരങ്ങളൊക്കെ പറയണ്, ഞാൻ പോവാണ് യുദ്ധത്തിന്. അപ്പൊ തുളസിക്ക് ഭയങ്കര സങ്കടമായി. തുളസി കരയിലും ഒക്കെ ആയപ്പോ ശംഖചൂടൻ പറഞ്ഞു, ആ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ജ്ഞാനോപദേശം മുഴുവൻ ഉപദേശിച്ചു കൊടുക്കണം തുളസിക്ക്. അപ്പൊ ആ തുളസിക്ക് അത് കേട്ടപ്പോ വളരെ മനസ്സിനൊരു സമാധാനമായി. എന്നിട്ട് അവിടെ നിന്ന് തന്റെ സൈന്യങ്ങളും എല്ലാവരും കൂടിയിട്ട് ഇവിടേക്ക് യുദ്ധത്തിന് വരണം. അങ്ങനെ ആ ശിവനെ അങ്ങോട്ട് കണ്ടപ്പോ തന്നെ സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിക്കണം ശംഖചൂടൻ. അപ്പൊ എന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ അനുഗ്രഹമാണ് വേണ്ടത്. അപ്പൊ ശിവനാണെങ്കിലോ ക്ഷിപ്രകോപിയാണ്, ക്ഷിപ്രപ്രസാദിയാണ്. അപ്പൊ ആ ശിവൻ നിറഞ്ഞങ്ങടെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എന്താ ഇങ്ങനെയായത്? സാധാരണ ഈ വിഷ്ണു ഭക്തന്മാർക്ക് ഒന്നിലും ആസക്തി ഉണ്ടാവില്ല. അവർക്ക് ആ ഭഗവത് ഭജനം, ഭഗവാന്റെ കാര്യങ്ങള് എല്ലാം അവർക്ക് ആ ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് മാത്രമേ ആസക്തിയുള്ളൂ. നീ പിന്നെന്താ ഇങ്ങനെയായത് എന്ന് ചോദിക്കേ. അപ്പൊ ശംഖചൂടൻ പറഞ്ഞു, അങ്ങേക്ക് ഞാൻ അസുര യോനിയിലാണ് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങേക്ക് അറിയാം, ആ ബലിയുടെ കാര്യം അറിയാം, അമൃതകുംഭത്തിന്റെ കാര്യം അറിയാം, ഒക്കെ ദേവന്മാര് പറ്റിച്ചിട്ടേ ഉള്ളൂ ഈ അസുരന്മാര്. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ജന്മം മുഴുവൻ അസുരകുലത്തിന് വേണ്ടിയിട്ടേ പ്രയത്നിക്കുള്ളൂ എന്ന് അവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ശിവനെ. എന്നിട്ട് പറഞ്ഞു, അങ്ങ് വേണമെങ്കിൽ പിന്മാറിക്കോളൂ. എന്താണ് കാരണം? എനിക്ക് തോൽവി സംഭവിച്ചാൽ എനിക്കൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ അങ്ങെങ്ങാനും എന്നോട് തോറ്റു കഴിഞ്ഞാൽ അങ്ങേക്ക് ഒരു അകീർത്തിയാവുക എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല. കാരണം എന്താണ്? ഭക്തന്മാരോട് തോൽക്ക എന്ന് പറഞ്ഞാൽ അതൊരു കീർത്തിയാണ് എനിക്ക്, അതൊരു അപമാനമൊന്നുമല്ല എനിക്ക്. അത് നമുക്കറിയാം, എല്ലാവരും ആ ഭക്തനും ഭഗവാനും ഒന്ന് തന്നെയാണ് എന്നുള്ളത് നമ്മൾ ആ ഏകാദശ സ്കന്ധത്തില് ഐളഗീതയിൽ കണ്ടൂല്ലേ? ഭഗവാൻ ആ ലാസ്റ്റ് പറയണത്, ഞാനും ആ ഭക്തനും ഒന്ന് തന്നെയാണ്, ഭക്തൻ പോണ വഴി കൂടി തന്നെ നിങ്ങൾ സഞ്ചരിക്കൂ
എന്ന് പറയുന്നുണ്ട് ആ ഭഗവാൻ. കാരണം എന്താണ്? അവന്റെ രൂപത്തില് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്, അവന്റെ ആത്മാവില് ഞാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഭക്തനും ഞാനും ഒന്ന് തന്നെ. പിന്നെ ആ പഞ്ചമസ്കന്ധത്തിൽ ആ ഭരതമുനിയുടെ നമ്മൾ കണ്ടു അല്ലേ. ഇപ്പൊ ആ അമ്മയുടെ നടക്കലായതുകൊണ്ട് ആ ഭദ്രകാളി അമ്മയുടെ ആ ഒരു കാര്യം കൂടി ഒന്ന് നമുക്ക് സ്മരിച്ചിട്ട് ഇതാവാം. ആ ഭദ്രകാളി അമ്മ എന്താ ചെയ്തത്? തന്റെ ഭക്തന്മാരെ മുഴുവൻ ആ തല വെട്ടിയിട്ട് ഈ ഒരു ഭക്തനെ രക്ഷിക്കാൻ. അപ്പൊ ആ ഭരതമുനിയുടെ പ്രത്യേകത എന്താ? ഒരു ജീവജാലങ്ങളെയും ദ്രോഹിക്കാത്ത ഒരു ഭക്തൻ അല്ലെ. എല്ലാവരുടെയും അനുഗ്രഹം അദ്ദേഹത്തിനുള്ളൂ, ആരുടെ ശാപവും അദ്ദേഹത്തിനില്ല ഭരതമുനിക്ക്. അപ്പൊ അതുകൊണ്ടാണ് മറ്റോരൊക്കെ ആണെങ്കിൽ സകാമ ഭക്തന്മാരാണ്. പക്ഷെ അമ്മ അത് അവർക്ക് മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്, അവരെ വധിക്കല്ല ചെയ്തത്. നമ്മള് അത് പറയാൻ പാടില്ല, കാരണം അമ്മ അത്ര കരുണാമയ്യാണ് അല്ലെ. ആ അമ്മ എന്താ ചെയ്തത്? അവരുടെ തല വെട്ടിയിട്ട് പന്ത് കളിച്ചു എന്നാ പറഞ്ഞത് അല്ലെ. പക്ഷെ അതുകൊണ്ട് അവർക്ക് ഒക്കെ മോക്ഷമാർഗമാണ് അമ്മ കൊടുത്തത്. അങ്ങനെ അപ്പൊ ആ ഏത് ദേവിയായാലും അവിടെ വിഷ്ണു ആയാലും ശിവനായാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആ ഭക്തനെ താങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും അവര് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ആ ശിവനും ശംഖചൂഡനും തമ്മിൽ ഗംഭീര യുദ്ധം എന്ന് പറഞ്ഞാൽ ശംഖചൂഡൻ ഒരസ്ത്രവും ഈ ദേവന്മാരുടെ നേരെ പ്രയോഗിച്ചില്ല. ശംഖചൂഡൻ ആ വരുന്ന അസ്ത്രങ്ങളൊക്കെ തടുത്തടുത്ത് നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ശംഖചൂഡന് ഭദ്രകാളി പലതരം അസ്ത്രങ്ങള്, പാശുപതാസ്ത്രം, ബ്രഹ്മാസ്ത്രം, പാശുപതാസ്ത്രം ഒക്കെ ഉപയോഗിച്ചപ്പോ ആകാശത്തുനിന്ന് അശരീരി ഉണ്ടായി എന്നാ പറയണത്. എന്താണ്? ഒന്നുകൊണ്ടും ശംഖചൂഡനെ വധിക്കാൻ സാധിക്കില്ല. ശംഖചൂഡന്റെ കയ്യില് ശ്രീകൃഷ്ണ കവചമുണ്ട്, ഭാര്യയുടെ പാതിവൃത്യമുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും ശംഖചൂഡനെ വധിക്കാൻ കഴിയില്ല. പിന്നെ കാളി തന്റെ വായ വലുതാക്കി, അപ്പൊ ശംഖചൂഡൻ തന്റെ ദേഹം അങ്ങോട്ട് അതിനേക്കാൾ വലുതാക്കി അവിടെ നിന്ന് അങ്ങോട്ട് മാറി. പിന്നെ ശിവനായിട്ടുള്ള യുദ്ധമാണ് തുടങ്ങിയത്. ശിവനായിട്ട് യുദ്ധം 100 വർഷം യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. ആരും ജയിച്ചില്ല, ആരും തോറ്റില്ല. അവസാനം ശിവൻ ആയുധം അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറി. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് വിഷ്ണു. ആ വിഷ്ണു അവിടെ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തില് വന്നിട്ട് ശംഖചൂഡന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയിൽ നിന്ന് ഒരു കാര്യം സാധിക്കാനുണ്ട്, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ തരാം, ആ ബലിയുടെ പോലെ തന്നെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ശ്രീകൃഷ്ണ കവചമാണ് വേണ്ടത്. ആ ശ്രീകൃഷ്ണ കവചം എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി പിന്നെ എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി, എന്താ വെച്ചാൽ ശംഖചൂഡനും ഈ ഭഗവാന്മാരുടെ പോലെ തന്നെയുള്ള ആളാണ്. അദ്ദേഹത്തിനും എല്ലാ കാര്യങ്ങൾക്കും അറിയാം, ത്രികാലജ്ഞാനിയാണ്. അങ്ങനെ ആ ശംഖചൂഡൻ ആ സന്തോഷമായിട്ട് ആ ശ്രീകൃഷ്ണ കവചം അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അത് മേടിച്ച. അപ്പൊ അത് മാത്രം പോരല്ലോ, ഭാര്യയുടെ പാതിവൃത്യം നശിപ്പിക്കണ്ടേ. അങ്ങനെ ആ ഭഗവാൻ അവിടെ നിന്ന് ശംഖചൂഡന്റെ അന്തപുരത്തിലേക്ക് എത്തി. അപ്പൊ ശംഖചൂഡനെ കണ്ടപ്പോഴേക്കും തുളസിക്ക് വലിയ ശംഖചൂഡന്റെ വേഷത്തിലാണ് ഭഗവാൻ ചെന്നേക്കണേ. വളരെ സന്തോഷായി. എന്താണ് വേണ്ടത് അപ്പൊ പറഞ്ഞു, ഞാൻ യുദ്ധത്തിലൊക്കെ ജയിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ തുളസിക്ക് സന്തോഷായി. അങ്ങനെ രണ്ടുപേരും അവളുടെ പാതിവൃത്യം അവിടെ ഭഗവാൻ നശിപ്പിക്കുകയാണ്. അവിടെ നശിപ്പിച്ച സമയത്ത് ഇവിടെ ശിവൻ ശൂലം പ്രയോഗിച്ചു. അങ്ങനെ ആ ശംഖചൂഡന്റെ വധം അവിടെ കഴിഞ്ഞു. അങ്ങനെ ആ ശംഖചൂഡനെ എന്ത് ചെയ്തു? ആ വിഷ്ണു പാർഷദന്മാര് ഒരു വിമാനത്തിൽ വന്നിട്ട് അദ്ദേഹത്തിനെ ആ ശ്രീതാമാവായിട്ട് ആ ഗോലോകത്തിലേക്ക് കൊണ്ടുപോയി ആ രാധാകൃഷ്ണന്മാരുടെ പാദത്തില് അങ്ങോട്ട് നമസ്കരിക്കണം ശംഖചൂഡൻ. അപ്പൊ ശംഖചൂഡന്റെ അസ്ഥികളൊക്കെ ശംഖുകളായിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ശംഖ്, ആ ദേവീ പ്രീതിക്ക് ശംഖ് തീർത്ഥം വളരെ ഉത്തമമാണ്. അതുകൂടാതെ ആ ശംഖുനാഥം കേട്ട് കഴിഞ്ഞാല് മഹാലക്ഷ്മിയുടെ സ്ഥിരവാസം അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ശംഖചൂഡന്റെ കഥ അവിടെ അവസാനിച്ചു. പിന്നെ വരുന്നത് തുളസിയാണ്. അപ്പൊ തുളസിക്ക് മനസ്സിലായത് തന്റെ ഭർത്താവല്ല ഈ വന്നേക്കണത്.
ആരണങ്ങ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ആ ചതുർഭുജ വേഷത്തിൽ ആ തുളസിയുടെ മുമ്പില് അങ്ങോട്ട് പ്രത്യക്ഷനായി. തുളസിക്ക് ഭയങ്കര സങ്കടം വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ഇപ്പൊ ആ മായ ഉണ്ട്, ആ ഭഗവാനെ ഭർത്താവായിട്ടൊന്നും ഇപ്പൊ വേണ്ട, ശംഖചൂഡം മാത്രമേ തനിക്ക് വേണ്ടൂ എന്നുള്ള ഒരു നില വരെ എത്തി നിൽക്കുകയാണ് തുളസി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഒരു കല്ലായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടാണ് എന്റെ അടുത്ത് വന്നത് അല്ലേ, അങ്ങ് ഒരു ശിലയായിട്ട് അങ്ങോട്ട് മാറട്ടെ എന്ന് പറഞ്ഞു. അതായത് പതിവ്രതകൾക്ക് ശപിച്ചിട്ട് ഈശ്വരന്മാരെ പോലും ശപിക്കാനുള്ള ശക്തിയുണ്ട്. അവരൊരു നോട്ടം നോക്കിയാൽ അവിടെ ദഹിക്കും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ തുളസിയുടെ ആ കരച്ചിൽ കണ്ടപ്പോ ഭഗവാന് മനസ്സിലായി തന്റെ ഇതൊന്നും അവൾക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തുളസിയോട് പറഞ്ഞു, നീ ഇനി ഒരു നദിയായിട്ട് മാറും എന്ന് പറഞ്ഞു. അങ്ങനെ തുളസി ഒരു ഗണ്ഡകി നദിയായിട്ട് അവിടെ അങ്ങനെ മാറുകയാണ്. അവളുടെ ആ തലമുടി, തുളസിയുടെ തലമുടി മുഴുവൻ തുളസി ചെടികളായിട്ട് അവിടെ അങ്ങോട്ട് പരന്നു. ആ ഭഗവാനാവട്ടെ ഒരു ശിലയായിട്ട് അവിടെ അങ്ങോട്ട് മാറി. അപ്പൊ ഈ ഷഡ്പദങ്ങൾ മുഴുവൻ ഈ ശില വന്ന് കൊത്തി 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 അതിന്ന് സാളഗ്രാമങ്ങള് ഒരുപാട് ഈ നദിയിലേക്ക് ഇങ്ങനെ വീണോണ്ടിരുന്നു. പലതരം സാളഗ്രാമങ്ങളുണ്ട്. ലക്ഷ്മി നാരായണം, ലക്ഷ്മി ജനാർദ്ദനം, പിന്നെ വാമനം, ശ്രീധരം, രാജശേഖരം എന്നൊക്കെ പറഞ്ഞ അതിന്റെ കുറെ ഇതില് നമുക്ക് കാണാം വരികള്. അത് ഒരു 57-ാമത്തെ ശ്ലോകം മുതൽക്ക് 24-ാമത്തെ അധ്യായത്തില് ഒരു 78-ാമത്തെ ശ്ലോകം വരെയാണ് ആ സാളഗ്രാമങ്ങളെ പറ്റിയിട്ടുള്ള വിവരണം. നമ്മള് ആ പന്തളം രാജകൊട്ടാരത്തിൽ ചെന്നാലും കാണാം അല്ലേ, ആ രാജാവൊക്കെ എത്ര പൂജിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അതിങ്ങനെ നിരത്തി സാളഗ്രാമങ്ങൾ ഇങ്ങനെ അവിടെ വച്ചിട്ടുണ്ട് ആ പന്തളം രാജകൊട്ടാരത്തിൽ. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ ഈ സാളഗ്രാമ പൂജയ്ക്ക് ശംഖതീർത്ഥവും വേണം, തുളസീദളവും വേണം. ഇത് രണ്ടും ഇല്ലാണ്ട് പൂജിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പാപികളായിട്ട് തീരും എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ ആ ശംഖചൂഡൻ ആ തുളസിയുടെ കഥയും കഴിഞ്ഞു. കാരണം എന്താ, തുളസി ആ ഭഗവാനിലേക്ക് ലയിച്ചു. തുളസി ദിവ്യ ശരീരം എടുത്തിട്ട് ആ ഭഗവാന്റെ ഉള്ളിലേക്ക് അവിടെ എങ്ങനെ ലയിച്ചു തീർന്നു എന്നാണ് പറയണത്. പിന്നെ അതുകൂടാണ്ട് ആ തുളസി ദളം കൊണ്ടുള്ള പൂജ ദേവന്മാർക്ക് 1000 അമൃത കുംഭം കൊണ്ടുള്ള പൂജയേക്കാൾ ശ്രേഷ്ഠമാണ്, അവർക്ക് പ്രിയപ്പെട്ടതാണ് അത് എന്നാണ് പറയണത്. അതുപോലെ തന്നെ ആ തുളസി തീർത്ഥം കഴിച്ച് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാപമൊക്കെ തീർന്നിട്ട് അവര് വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരും എന്നും അവിടെ തുളസി മഹാത്മ്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആ തുളസിയുടെ ചരിത്രത്തിന്റെ ആ ഇതാണ് പറയണത്. പിന്നെ ആ തുളസി ചരിത്രത്തിന്റെ മുന്നിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ആ വൈകുണ്ഠത്തില് പോയി കഴിഞ്ഞ് അവിടെ ആ സരസ്വതി ദേവിയൊക്കെ ആയിട്ട് ചെറിയൊരു വഴക്കുണ്ടായി തുളസിയായിട്ട്. അങ്ങനെ ആ തുളസി നേരെ തന്നെ തുളസി വനത്തിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അവിടെ തുളസി വനത്തിലെത്തി കഴിഞ്ഞിട്ട് ഭഗവാൻ അവിടെ വന്നിട്ട് തുളസിയെ പൂജിച്ചു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്? ആ തുളസിയെ അവിടെ പൂജിച്ചിട്ട് ആ ഭൂമിയിലുള്ളവർക്ക് ആ തുളസിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ആ തുളസി പൂജ അവിടെ ഭഗവാൻ നടത്തിയത്. ആ ഷോഡശാക്ഷര മന്ത്രം കൊണ്ട് തുളസിയെ പൂജിച്ച് തുളസിയുടെ അഷ്ടോത്തരം കൊണ്ടും തുളസിയെ അവിടെ പൂജിച്ചിട്ട് പിന്നെ ആ തുളസി ആദ്യം അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാനായിട്ട് ഒന്നിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയി. അതായത് വൃന്ദ എന്ന് വെച്ചാല് കൂടിച്ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് വൃന്ദ എന്നുള്ള പേര്. പിന്നെ വിശ്വപൂജിത, വിശ്വത്തിലെ ആളുകൾക്ക് പൂജിക്കുന്നത് കൊണ്ട് വിശ്വപൂജിത. വിശ്വപാവനി, വിശ്വത്തെ മുഴുവൻ പവിത്രീകരിക്കുന്നത് കൊണ്ട് വിശ്വപാവനി. പിന്നെ ആ പുഷ്പസാര, ദേവന്മാർക്ക് പ്രിയപ്പെട്ട പുഷ്പമായതുകൊണ്ട് പുഷ്പസാര. എല്ലാവർക്കും ആനന്ദത്തിനെ നൽകുന്നത് കൊണ്ട് നന്ദിനി.
ത്വലനം ചെയ്യാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് തുളസി. പിന്നെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവളായതുകൊണ്ട് കൃഷ്ണജീവൻ. ഇങ്ങനെയുള്ള ആ 8 നാമങ്ങളെ കൊണ്ടാണ് ആ പൂജ അവിടെ നടത്തിയത്. അങ്ങനെ ആ പൂജിച്ച് ആ തുളസിയുടെ മഹാത്മ്യം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തു ഭഗവാൻ. അങ്ങനെ ആ തുളസിയുടെ ആ ചരിത്രത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് സൽപുത്രന്മാരെ ലഭിക്കും, പിന്നെ ആ നല്ല ഭാര്യാഭർത്തങ്ങന്മാരെയൊക്കെ ലഭിക്കും, ബന്ധുക്കളെ ലഭിക്കും, രോഗം മാറും, പാപനാശം, ഭീതിനാശം, മുക്തി, ഇതൊക്കെ നമുക്ക് ലഭിക്കും എന്നാണ് ആ തുളസി ചരിതം കേട്ടാലും കേൾപ്പിച്ചാലും ഉള്ള ഫലം എന്ന് പറയാം. ഇപ്പൊ ഇതില് തത്വം, ഇപ്പൊ ഞാൻ ഇത് കഥ പറഞ്ഞപ്പോ തന്നെ അതിന്റെ തത്വങ്ങളും കുറച്ചൊക്കെ പറഞ്ഞു. നമുക്ക് തപസ് കൊണ്ട് നേടാൻ സാധിക്കാത്തതായിട്ട് ഈ ഭൂമിയിലും ഒന്നുമില്ല. ഇപ്പൊ പണ്ടത്തെ പോലെ നമ്മള് കാട്ടിപ്പോയി തപസ് ചെയ്യണം, അതൊന്നും നടക്കുകയില്ല. എന്താണ് ഇന്നിപ്പോ കാടെവിടെയുള്ള അല്ലേ, എല്ലാം ആ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളായതുകൊണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വീട്ടിലിരുന്ന് വാചിക തപസ്, മാനസിക തപസ് അല്ലേ, നമ്മുടെ കർമ്മങ്ങള്, പൂജകള്, ഇതൊക്കെ നമ്മൾക്ക് വീട്ടിലിരുന്ന് ചെയ്ത് നമുക്ക് ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ പറ്റും. പിന്നെ ആ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ പാതിവ്രത്യത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം അല്ലേ. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം താലി അഴിച്ച് വയ്ക്കണ ഇടപാട്, പിന്നെ അതുകൂടാതെ കണ്ട് ഈ ഡൈവേഴ്സ്. ഇപ്പൊ കല്യാണം കഴിക്കുമ്പോ തന്നെ നമുക്ക് പേടിയാണ് കുട്ടികളെ. എന്താണ്, എന്നാ പിരിഞ്ഞിങ്ങോട്ട് പോരാ, ഇവര് എന്തൊക്കെയാ വഴക്ക് അവിടെ ഉണ്ടാവുക എന്നൊക്കെയാണ് നമുക്ക് പേടി. അപ്പൊ അങ്ങനെ ആവുമ്പോ ആ കുട്ടികളൊക്കെ ആ തന്റെ താലി കൊണ്ടാണ് ആ ഭർത്താവിന്റെ ജീവൻ നിലനിർത്തുന്നത്. പിന്നെ അതുകൊണ്ട് അവരുടെ ആ ഐശ്വര്യം അല്ലെ, വന്നു കയറുന്ന പെൺകുട്ടികൾക്ക് ഐശ്വര്യം ഉണ്ടെങ്കിൽ ആ ഭർത്താക്കന്മാര് വച്ചടി അവർക്ക് കയറ്റമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് ആ ഒരു ബോധം അവരുടെ ഉണ്ടാക്കണം. ഒരു 100 കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്താൽ ഒരു കുട്ടിയെങ്കിലും ഇത് അനുസരിക്കാണ്ടിരിക്കില്ല എന്നാണ് പറയണത്. അങ്ങനെ ആ എത്ര തപസ് ചെയ്തിട്ടാണ് ആ ഭഗവാൻ ഒരു ഭർത്താവായിട്ട് ഒരു ദിവസമെങ്കിലും തുളസിക്ക് കിട്ടിയത്. പക്ഷെ ആ തുളസിക്ക് അതൊന്നും ആനന്ദിക്കാനോ ആസ്വദിക്കാനോ ഉള്ള കഴിവുണ്ടായില്ല എന്നാണ് അവിടെ പറയണത്. പിന്നെ അടുത്തത് പറഞ്ഞത് ആ ശംഖചൂഡന്റെ ശാന്തപ്രകൃതം അല്ലേ. എത്ര യുദ്ധങ്ങള് ജയിച്ച് എത്ര മഹാവീരനായിരുന്നു ശംഖചൂഡൻ. പക്ഷെ എന്താ ഉണ്ടായത്, അദ്ദേഹത്തിന് വളരെ ശാന്ത. ആ ഭഗവാനെ മുമ്പിൽ അങ്ങോട്ട് കണ്ടപ്പോ തന്നെ നമസ്കരിക്കുക ചെയ്തത് അല്ലേ. ശിവഭഗവാനെ മുമ്പിൽ കണ്ട ആ യുദ്ധത്തിന് പോയിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ആ സമചിത്തത, പിന്നെ ആ യുദ്ധത്തിൽ താൻ മരിക്കുമെന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും കൂടി അദ്ദേഹം ഒരു ഭയവും അദ്ദേഹത്തിന് ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ആ ഹൃദയം പവിത്രമായിരുന്നു. ഭഗവാനായിട്ട് എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമായിരുന്നു അദ്ദേഹത്തിന് അല്ലേ. ഈഗോ സ്പോയിൽസ് അവർ ബ്ലിസ് എന്നാണ് പറയുന്നത്. ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹംഭാവം. അഹംഭാവം നമ്മൾക്ക് നമ്മളുടെ ബ്ലിസ് എന്ന് പറഞ്ഞാല് ബ്ലിസ്സും സന്തോഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്ലിസ് എന്ന് പറഞ്ഞാൽ ആനന്ദം അല്ലേ. അപ്പൊ ആ ആനന്ദം, ആ സച്ചിദാനന്ദം, ആ സച്ചിദാനന്ദത്തിനെ നമ്മളുടെ ഈ അഹങ്കാരം നശിപ്പിക്കും. അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ആത്മസത്തയെ പൊതിഞ്ഞ് ഇരിക്കുന്ന 3 തലയുള്ള ഒരു സർപ്പമാണ് എന്നാണ് ആ വേദാന്തത്തില് പറയുന്നത്. ഈ 3 തല എന്തൊക്കെയാണ്, സത്വം, രജസ്, തമസ്. ഈ 3 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള തലകള് ഉള്ള ഒരു സർപ്പമാണ്. അത് ചുറ്റി വരിഞ്ഞിരിക്കാണ്. അത് നമ്മൾക്ക് ആത്മസത്തയുടെ അടുത്തേക്ക് പോകുമ്പോഴും ഈ സർപ്പം കൊത്തും നമ്മള്. എന്ത് വെച്ചിട്ട്, ഈ സത്വ രജ തമോ ഗുണങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മൾക്ക് ആ ഇതില് സംസാരത്തിൽ നമ്മളെ അലയിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് മുഴുവൻ നമ്മൾ ആദ്യം വെട്ടിക്കളയണം. നമ്മളുടെ ശരിയായിട്ടുള്ള ജ്ഞാനം കൊണ്ട് ഈ സർപ്പത്തിന്റെ തല അങ്ങോട്ട് വെട്ടിയിട്ട് നമുക്ക് ആ സച്ചിദാനന്ദത്തിലേക്ക്, നമ്മളുടെ ആത്മസത്തയിലേക്ക് നമുക്ക് രമിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ആണ് ഇവിടെ ആ തത്വങ്ങളായിട്ട് വരുന്നത്. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ഗുരുപാദങ്ങളിലും
ഭഗവത് പാദങ്ങളിലും ദേവി പാദത്തിലും സമർപ്പിക്കുന്നു. ഞാനിവിടെ എന്തെങ്കിലും ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഗുരുനാഥന്റെ അനുഗ്രഹം. തെറ്റായിട്ട് എന്തെങ്കിലും എൻ്റെ വാക്കിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം തെറ്റാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ ഹൃദയേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം സമർപ്പയാമി.